ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്ന പോലത്തെ കമ്മൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് രണ്ടും ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന കമ്മലാണ്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ക്രോഷേ വർക്ക്സ് ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന കോട്ടൺ യാണാണ്. പിന്നെ എടുത്തിരിക്കുന്നത് 0.9 mm ക്രോഷേ ഹുക്ക്, പിന്നെ ഇതുപോലത്തെ 2 റിങ് വേണം. പിന്നെ ഈ കമ്മലിൻ്റെ അറ്റത്ത് കൊളുത്തിയിടാനായിട്ട് 2 കൊളുത്ത് വേണം. പിന്നെ അതിൻ്റെ അറ്റത്ത് കുറച്ചും കൂടി ഇങ്ങനെ തൂങ്ങി നിൽക്കാനായിട്ട് 2 ചെറിയ റിങ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് റെഡ് കളർ ബീഡ്സ് ആണ്, അതും കൂടി എടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ നൂലിൻ്റെ അറ്റത്തൊരു സൂചി കോർത്തിട്ട് ആദ്യം കുറച്ച് ബീഡ്സ് ഇതിനകത്തേക്ക് കോർത്തിടണം. കുറച്ച് ബീഡ്സ് ഞാൻ ഈ നൂലിൽ കോർത്തു. ഇനി ഈ റിങ്ങിൻ്റെ ഉള്ളിലേക്ക് കൂടി ഈ നൂലിൻ്റെ ഒരറ്റം കെട്ടുക. എന്നിട്ട് ബാക്കി ഞാൻ ചെയ്യുന്നത് പോലെ നോക്കി ചെയ്താൽ മതി. ഇതേപോലെ ഈ റിങ് ഫുള്ള് ചെയ്തെടുക്കണം. അപ്പോൾ ഈ റിങ് ഫുള്ള് ഞാൻ ചെയ്തു. ഇനി ഇതിൻ്റെ അറ്റങ്ങൾ എങ്ങനെയാണ് യോജിപ്പിക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ഇനി ആദ്യം ചെയ്ത സ്റ്റിച്ചിനകത്തേക്ക് ഈ ഹുക്ക് ഇതുപോലെ കയറ്റിയിട്ട് നൂല് പുറത്തേക്ക് വലിച്ചെടുക്കുക. അപ്പോൾ 2 നൂല് ഇങ്ങനെ വരുന്ന കാണാം. അതിനകത്തേക്ക് കൂടി ഫുള്ളായിട്ട് ഇതുപോലെ വലിച്ചെടുക്കുക. ഇതിന് നമ്മൾ സ്ലിപ്പ് നോട്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഒരു പ്രാവശ്യം ഒരു ചെയിനും കൂടി അതിലുണ്ടാക്കുക. എന്നിട്ട് ഇത് തിരിച്ച് പിടിച്ചിട്ട് ഈ റിങ്ങിൻ്റെ ഹാഫ്, അതായത് ഈ സ്റ്റാർട്ടിങ് മുതൽ ഇപ്പുറം വരെ നമ്മൾ ഓരോ സ്റ്റിച്ചും കൂടി ചെയ്യണം ആദ്യം ചെയ്ത പോലെ. ഈ ചെയ്യുന്നതിന് സിംഗിൾ ക്രോഷേ എന്നാണ് പറയുക. സിംഗിൾ ക്രോഷേ ആണ് നമ്മൾ ചെയ്യുന്നത്.
ഇപ്പം ഞാൻ ഇത്ര പോലെ ചെയ്തു. ഇനി നമ്മളിത് ഇതുപോലെ തിരിച്ച് പിടിച്ചിട്ട് നമ്മൾ നേരത്തെ കോർത്ത് വെച്ച ബീഡ്സ് ഇല്ലേ, അത് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു ബീഡ് ചേർത്ത് വെക്കുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഇതുപോലെ ഹുക്ക് കയറ്റിയിട്ട് വീണ്ടും സിംഗിൾ ക്രോഷേ തന്നെ ചെയ്യുക. ഒരു ബീഡ് നമ്മളിതിൽ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതേപോലെ വീണ്ടും ഒരു ബീഡ് ഇതിനകത്തേക്ക് ആക്കുക. എന്നിട്ട് വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇതേപോലെ ഈ റിങ്ങിൻ്റെ പകുതി വരെ നമ്മൾക്ക് ചെയ്തെടുക്കുക. ഇത് തിരിച്ച് പിടിക്കുമ്പോൾ ഇതുപോലെയാണ് ഈ ബീഡ്സ് വരിക. ഇതുപോലെ നമ്മൾ ഓരോ സെറ്റ് സിംഗിൾ ക്രോഷേ ചെയ്തില്ലേ, അതിൽ ഫുള്ള് അത് ചെയ്തെടുക്കുക. ഇത് കണ്ട നമ്മൾ ബീഡ്സൊക്കെ പിടിപ്പിച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി കുറച്ച് ലെങ്ത്തിൽ ത്രെഡ് ബാക്കി വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുക. അതിന് ശേഷം ഈ കാണുന്ന പോലെ ഈ ഹുക്കിലേക്കൂടി ഈ നൂല് എടുത്തിട്ട് ഇതുപോലെ വലിച്ചെടുക്കുക. എന്നിട്ടൊന്ന് ടൈറ്റ് ആക്കുക. എന്നിട്ട് ഈ നൂല് വീണ്ടും ഒന്നും കൂടി ആ ഒരു ഹോളിലേക്കൂടി ഇട്ടിട്ട് വലിച്ചെടുത്ത് വീണ്ടും ടൈറ്റ് ആക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമുക്കിതിലും കുളത്തും കൂടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ കമ്മൽ റെഡിയായി. ഇപ്പോൾ നമ്മൾ കമ്മൽ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കി നോക്കുക എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.